ട്രേഡ് വൈബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനലൈസാണ് തരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. കഴിയുമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക, പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക, ലാഭം ഉണ്ടാക്കുക. ഈ ആഴ്ച നമുക്ക് ഫണ്ടമെൻ്റൽ അനലൈസുകളൊക്കെ അവസാന സമയത്ത് നടത്താം. പക്ഷെ ആദ്യം ടെക്നിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതിൽ പ്രധാനമായിട്ട് ഇത് 1 അവർ ചാർട്ടാണ്. ഗോൾഡിൻ്റെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 3201 മേഖലയാണ്. അതിനർത്ഥം ഒരു പോസിറ്റീവ് മൊമെൻ്റോ ആണ് നമുക്ക് കണ്ടത്. കഴിഞ്ഞ ആഴ്ച ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റ് ആണെങ്കിൽ ഈ ആഴ്ച അതിനൊരു വ്യക്തത വന്നിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. മാർക്കറ്റ് എങ്ങോട്ടാണ് പോവുക, മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് സൂചന നൽകിക്കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അവസാനമായി ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ വെച്ചിട്ട് നമുക്ക് 1 അവർ ചാർട്ടിൽ ആ 1 അവർ ചാർട്ടിൻ്റെ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്യുക. 3200-ൻ്റെയും അതുപോലെ 3170-ൻ്റെയും ഇടയിലാണ് മാർക്കറ്റ് സപ്പോർട്ടുള്ളത് 1 അവർ ചാർട്ടിൽ. അത് ഞാൻ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചു തരാം. 1 അവർ ചാർട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി ഒരു സപ്പോർട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സപ്പോർട്ട് 3194-ൻ്റെയും അതുപോലെ തന്നെ 3163-ൻ്റെയും ഇടയിലാണ്. ഈ 1 അവർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ 1 അവർ ക്യാൻഡിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ടിന് മുകളിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിനി ഏതുവരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇതൊരു പോസിറ്റീവ് ട്രെൻഡാണ് സിഡ്നി മാർക്കറ്റിൽ തിങ്കളാഴ്ച കാണിക്കുന്നെങ്കിൽ ഈ മാർക്കറ്റ് ആദ്യത്തെ ടെസ്റ്റ് 3230-ഉം അതും ബ്രേക്ക് ആവുകയാണെങ്കിൽ 3250 വരെയും പോകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് ബ്രേക്ക് ആവുകയാണെങ്കിൽ യഥാർത്ഥ കൺഫർമേഷൻ കിട്ടി ഈ മാർക്കറ്റ് 3339 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പോയിന്റുകൾ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. ഫസ്റ്റ് റെസിസ്റ്റ് എന്ന് പറയുന്നത് 3220, രണ്ടാമത്തെ റെസിസ്റ്റ് വരുന്നത് 3250, അതുപോലെ തന്നെ മൂന്നാമത്തെ റെസിസ്റ്റ് എന്ന് പറയുന്നത് 3325-ൻ്റെയും അതുപോലെ തന്നെ 3240-ൻ്റെയും ഇടയിലായിരിക്കും. ഒരു പോസിറ്റീവ് മൊമെൻ്റം ആണെങ്കിൽ അതെല്ലാം മാർക്കറ്റ് തിങ്കളാഴ്ച നാളത്തെ ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തിൽ ഗോൾഡിന് ഗുണമല്ലാത്ത രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണെങ്കിൽ മാർക്കറ്റ് 3100 അല്ലെങ്കിൽ 3200-ൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഈ മാർക്കറ്റ് 3164 വരെ പോയി അവിടെ നിന്നത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാർക്കറ്റ് വീണ്ടും 3122-ലേക്ക് തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജിൽ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒരു ബൈ പൊസിഷനാണ്, ഒരു ബൈ ട്രെൻഡാണ്. ആ ഒരു അപ് ട്രെൻഡിൻ്റെ കൺഫർമേഷൻ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടണമെങ്കിൽ 3248 ബ്രേക്കായി പോവുകയാണെങ്കിൽ ഒരു ലോങ് ജേണി നമുക്ക് കിട്ടും. അറൗണ്ട് ഒരു 70 പോയിന്റ് ഒരു ലോങ് ജേണി നമുക്ക് എടുക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് മണി മാനേജ്മെൻ്റ് എല്ലാം കറക്റ്റാക്കി നിങ്ങൾ വയ്ക്കുക. ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫണ്ടിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്ത് പ്രോഫിറ്റിലേക്ക് മടങ്ങുക. അതുപോലെ തന്നെ ഇത് നാലാമത്തെ, അത് 4 അവേഴ്സ്, അത് 4 അവേഴ്സ് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ചാർട്ടിലും അതിൻ്റെ ഒരു പാറ്റേൺ പ്രകാരം ഒരു അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അത് വ്യക്തമായിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4 മണിക്കൂറിൻ്റെ ചാർട്ടാണ്, 4 അവേഴ്സ് ചാർട്ടാണ്. ഇതിൽ നമുക്ക് ട്രെൻഡ് ലൈൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ട്രെൻഡ് ലൈൻ പ്രകാരം ഈ മാർക്കറ്റ് പല തവണ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഫസ്റ്റ് തവണ വന്ന് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ്, സെക്കൻഡ് തവണയും ബുള്ളിഷ്, തേർഡ് തവണയും ബുള്ളിഷ്, ഫോർത്ത് തവണയും ബുള്ളിഷ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത അറൗണ്ട് 70-80% ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ, റെസിസ്റ്റ് ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ ഏരിയ ഒക്കെ അത് അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ പ്രോഫിറ്റ് മാക്സിമം അത് എടുത്തിട്ട് താഴത്തോട്ട് സെല്ലേഴ്സിൻ്റെയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുന്ന് അത് റീടെസ്റ്റ് ചെയ്തു അല്ലേ, ഇവിടുന്ന് അത് റെസിസ്റ്റ് ഉണ്ട്. ഇനി ഈ മാർക്കറ്റിൻ്റെ യഥാർത്ഥ മൂവ്മെൻറ്റ്, അതല്ല ഈ മാർക്കറ്റ് ഏതുവരെ പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ഉറപ്പിക്കാം. ഓൾമോസ്റ്റ് ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ
ഈ മാർക്കറ്റ് ഈ രീതിയിൽ പോയി 3320 വരെ പോയി അവിടെ നിന്ന് ഒരുപക്ഷെ താഴത്തേക്കോ അതല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരുപക്ഷെ മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്ന 3320 എന്ന് പറയുന്ന അല്ലെങ്കിൽ 3300 കഴിഞ്ഞ് പോകുന്ന ഏരിയ എന്ന് പറയുന്നത്, എസ്പെഷ്യലി 3320 എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ട്രെൻഡ് വരുന്നുണ്ട്. ഈ ട്രെൻഡും കൂടി കവർ ചെയ്യണം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയയും കൂടി കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഏരിയ 3200, ഇപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ 3231, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു 1 അവർ ചാർട്ടിൽ 3330 അല്ലെങ്കിൽ 3250, ഈ ഒരു ഏരിയ ഓവർകം ചെയ്യുകയാണെങ്കിൽ വലിയൊരു ട്രെൻഡ് കിട്ടും, വലിയൊരു ജേണി, വലിയൊരു റാലി കിട്ടും. ആ റാലിയിൽ നിങ്ങൾ പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അത് എത്ര ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിയറിഷ് മൊമെന്റം എന്ന് പറയുകയാണെങ്കിൽ അത് 3100 താഴത്തേക്ക്, 3100 താഴത്തേക്കാണെങ്കിൽ ഈ മാർക്കറ്റ് ഓൾമോസ്റ്റ് 2936 അല്ലെങ്കിൽ 2950 ഒക്കെ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ 3000 താഴത്തേക്കോ ഈ മാർക്കറ്റ് ഒരു ബിയറിഷ് മൊമെന്റം ആണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്, അല്ലെങ്കിൽ ഗോൾഡിന് ഓപ്പോസിറ്റ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു എന്താ പറയുക മാർക്കറ്റ് മൂടെങ്കിൽ ഈ മാർക്കറ്റ് 3000 താഴത്തേക്കോ ഈ മാർക്കറ്റ് പോകാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജ് വെച്ചിട്ട് ഈ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണുന്നുണ്ട്. അത് ബുള്ളിഷ് ട്രെൻഡ് കൺഫേം ആവുന്നത് 3250 മേലെയാണ്. 3250 വരെ മാർക്കറ്റ് പോയി അവിടെ നിന്ന് അത് സസ്റ്റെയിൻ ആവാതെ ഒരു ഡിമാൻഡ് സോൺ കവർ ചെയ്യുക, സപ്ലൈ സോണിലാണ് വന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഓർഡർ ബ്ലോക്കിൽ ഒരു സപ്ലൈ സോൺ ആണ് ക്രിയേറ്റ് ആവുന്നെങ്കിൽ, വലിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് നടക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് പോകും. പക്ഷേ നമുക്ക് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 3200 അതുപോലെ തന്നെ 3170 ഈ രണ്ട് ഏരിയ വലിയൊരു സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ അപ് ട്രെൻഡും, അതിൻ്റെ താഴെയാണെങ്കിൽ ഡൗൺ ട്രെൻഡും ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഗോൾഡിൻ്റെ ഫണ്ടമെൻ്റൽ അനലൈസ് നടത്തുകയാണെങ്കിൽ ഈ വരുന്ന തിങ്കളാഴ്ച മെയ് 19 വലിയ രീതിയിലുള്ള ഒരു ന്യൂസ് ഇവൻറ്റുകളില്ല. അതുകൊണ്ട് തന്നെ അൽഗോരിതം ചാർട്ടാണ് പൂർണ്ണമായി വർക്ക് ചെയ്യുക. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് അവർ ചില ഫേക്ക് ബ്രേക്ക് ഔട്ടുകളും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗണുകളൊക്കെ നടത്തുന്നുണ്ട്. ചില മാനിപ്പുലേഷൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതും ഇന്ത്യൻ സമയം 5 മണിക്കും 8 മണിക്കും ഇടയിലായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയം കരുതിയിരിക്കുക. പരമാവധി അമേരിക്കൻ മാർക്കറ്റിൽ ചെന്ന് പെടാതെ ഏഷ്യൻ മാർക്കറ്റിൽ തന്നെ ലാഭം എടുത്ത് മാറുക എന്നാണ്. തിങ്കളാഴ്ച നോർമൽ മാർക്കറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മെയ് 20 നോർമൽ മാർക്കറ്റിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബുധനാഴ്ചയും തിങ്കൾ തൊട്ട് ബുധന് വരെ നോർമൽ മാർക്കറ്റിലാണ് സഞ്ചരിക്കുക. യഥാർത്ഥ SMC ഒക്കെ നോക്കി, ഓർഡർ ബ്ലോക്ക് എല്ലാം നോക്കി, സപ്ലൈയും ഡിമാൻഡും ഒക്കെ എടുത്ത് പരിശോധിച്ച്, ലിക്വിഡിറ്റി എല്ലാം നോക്കി നിങ്ങൾ യഥാർത്ഥ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ഗാംബ്ലിംഗ് അല്ല, യഥാർത്ഥ ട്രേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. വ്യാഴാഴ്ച മാത്രമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് PMI റിപ്പോർട്ടുകൾ വരുന്നത്. അത് ഫ്രാൻസിൻ്റെ വരുന്നുണ്ട്, ജർമ്മനിയുടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ UK ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുടെ മാനുഫാക്ചറിങ് PMIയും സർവീസ് PMI ഒക്കെ വരുന്നുണ്ട്. അത് ഗോൾഡിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കി കാണാം. ഫോർകാസ്റ്റും അതുപോലെ തന്നെ പ്രീവിയസ് റിപ്പോർട്ടും അവർ ഫോർകാസ്റ്റ് ചെയ്തതിനൊക്കെ അതിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഗോൾഡ് റിയാക്ട് ചെയ്യും. അപ്പോൾ വ്യാഴാഴ്ച ശരിയായ രീതിയിലുള്ള മാർക്കറ്റ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റുകൾ പ്രതീക്ഷിക്കാം. വ്യാഴാഴ്ച കുറച്ചും കൂടി അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാന്നാണ്. അപ്പോൾ തിങ്കളും ചൊവ്വയും ബുധനും അഗ്രസീവ് ആവണ്ടെന്നല്ല, പക്ഷേ നമുക്ക് എല്ലാ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണൊക്കെ മീറ്റ് ചെയ്തുകൊണ്ട് അത് അതിൻ്റെ മെറിറ്റിൽ ട്രേഡ് ഇറങ്ങും. പക്ഷേ വ്യാഴാഴ്ച റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അന്ന് തന്നെ
US വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിക്ക് ശേഷം US-ന്റെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI അതുപോലെ സർവീസ് PMI വരുന്നുണ്ട്. അപ്പം അന്ന് ഗോൾഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച പോസിറ്റീവായിരുന്നു, അത് ഈ ആഴ്ച ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഡോളറിന് ഗുണമാണ്. സർവീസ് PMI ഒക്കെ ഗോൾഡിന് വളരെ ഗുണമാണ്. മാനുഫാക്ചറിങ് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് ആ ദിവസം നിങ്ങൾക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം എടുത്ത് മടങ്ങാം. അതുപോലെ വെള്ളിയാഴ്ച അവസാന ദിവസം നോർമൽ മാർക്കറ്റാണ്, പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. വീക്കെൻഡാണ്. അതുകൊണ്ട് ഈ ആഴ്ച വലിയ രീതിയിലുള്ള ഒരു ന്യൂസ് ഒന്നുമില്ല. വ്യാഴാഴ്ച ഈ PMI റിസൾട്ടുകളല്ലാത്ത മറ്റുള്ള രീതിയിലുള്ള വലിയ റിസൾട്ടുകളൊന്നുമില്ല. GBPക്ക് UK-യുടെ CPI ഡാറ്റ അത് പുറത്തു വരുന്നുണ്ട്. അത് GBPയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും. ചെറിയ മൂവ്മെൻറ്റുകൾ ഗോൾഡിൽ ഉണ്ടാവുമെങ്കിലും അത് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുക UK കറൻസി ആയിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ടാണ്. അത് ആ സമയത്ത് മാർക്കറ്റിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ GBP എടുത്ത് ലാഭം എടുക്കാം. ഈ ആഴ്ച ഫണ്ടമെൻ്റൽ ബേസ് ചെയ്തിട്ട് അന്നന്ന് വരുന്ന ന്യൂസുകളല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇതിലില്ല. വ്യാഴാഴ്ചയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത്. അത് അതിനനുസരിച്ച് നിങ്ങൾ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്താൽ ആ സമയത്ത് ചാർട്ടും ആ ന്യൂസും അതിൻ്റെ റിസൾട്ടൊക്കെ അനുസരിച്ച് നമുക്ക് ഗോൾഡിൽ നിന്ന് ലാഭം എടുക്കാം.